ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. Celebrate the beauty of life. വരൂ, നിങ്ങളുടെ സെലിബ്രിറ്റിയെ കണ്ടെത്തൂ. ഗ്ലോബസ് ഫാഷൻ സെലിബ്രേറ്റ് യു. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അവശ്യ ഘടകങ്ങളിലൊന്നാണ് കൃഷി. അത് ഏതെങ്കിലും കുറച്ചുപേരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. സ്വന്തമായി ധാരാളം ഭൂമിയില്ല എന്ന കാരണം കൊണ്ട് മാത്രം കൃഷി അന്യം നിന്നു പോകാനും പാടില്ല. ഇവിടെയാണ് മട്ടുപ്പാവ് കൃഷി പ്രസക്തമാകുന്നതും വിജയമാകുന്നതും. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 5.8 കിലോ സ്വർണം അഴിയൂരിൽ പിടിച്ചു. പിടിച്ചെടുത്തത് 1,60,00,000 രൂപയുടെ സ്വർണം. ഗ്രാമസഭകളിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് ഹാജർ പട്ടിക കൊണ്ടുവരുമെന്ന് മന്ത്രി MK മുനീർ. അട്ടപ്പാടിയിലെ ശിശുക്കളെ നിരീക്ഷിക്കാൻ പുതിയ സംവിധാനം കൊണ്ടുവരുമെന്നും മന്ത്രി. പാക്കറ്റ് വെളിച്ചെണ്ണകളിൽ സർവത്ര മായമെന്ന് EK വിജയൻ MLA. വാർത്തകൾ വിശദമായി. മതിയായ രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 6 കിലോയോളം സ്വർണം അഴിയൂരിൽ എക്സൈസ് സംഘം പിടിച്ചു. വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്ന സ്വർണമാണ് പിടിച്ചെടുത്തത്. 5.8 കിലോഗ്രാം സ്വർണം 4 പാക്കറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. 1,60,00,000 രൂപ വില വരുന്ന സ്വർണം വിൽപ്പന നികുതി വകുപ്പിന് കൈമാറി. രാവിലെ വാഹന പരിശോധനയ്ക്കിടയിലാണ് സ്വർണം കണ്ടെത്തിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ E. ശരത് പറഞ്ഞു. ഇന്ന് രാവിലെ അഴിയൂർ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ സ്വർണം കണ്ടെത്തിയത്. ഉദ്ദേശം 5.8 കിലോ 5 കിലോ 800 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു. അതിന് 1,60,00,000 രൂപ വില മതിക്കുന്ന സ്വർണമാണ്. മതിയായ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുപോയായിരുന്നു. മാഹി ഭാഗത്ത് നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാണിത്. കടത്താനുള്ള പെർമിറ്റൊന്നും ഇതിലില്ല. ഞങ്ങളിത് സെയിൽ ടാക്സ് അധികൃതരെ വിളിച്ചിട്ടുണ്ട്. അവരിപ്പം വന്ന് അവർക്കിത് കൈമാറും. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK ശ്രീധരൻ, RN ബൈജു എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി. ഗ്രാമസഭകളിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി ഹാജർ പട്ടിക കൊണ്ടുവരുമെന്ന് പഞ്ചായത്ത് സാമൂഹ്യനീതി മന്ത്രി MK മുനീർ. അട്ടപ്പാടിയിലെ ശിശുമരണം നിയന്ത്രിക്കുന്നതിനായി അമ്മയെയും ഗർഭസ്ഥ ശിശുവിനെയും നിരീക്ഷിക്കാനുള്ള പുതിയ സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വിഭാഗം കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു MK മുനീർ. ഗ്രാമസഭകളിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിൽ ഹാജർ പട്ടിക കൊണ്ടുവരുമെന്ന് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ. അട്ടപ്പാടിയിലെ ശിശുമരണം നിയന്ത്രിക്കുന്നതിന് അമ്മയെയും ഗർഭസ്ഥ ശിശുവിനെയും നിരീക്ഷിക്കാനുള്ള പുതിയ സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പബ്ലിക് റിലേഷൻ വിഭാഗം കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ തീരുമാനപ്രകാരം ഗ്രാമകേന്ദ്രങ്ങൾ തുടങ്ങണം എല്ലാ സ്ഥലത്തും. അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്നു. അയാളുടെ ചുമതലയാണ് ഗ്രാമസഭയിൽ ക്വാറം പൂർത്തീകരിക്കുക എന്നുള്ളത്. കല്ലായിപ്പുഴ നവീകരണം സ്പെഷ്യൽ കേസായി പരിഗണിച്ചിട്ടുണ്ടെന്നും DJ കുര്യന്റെ നേതൃത്വത്തിൽ അതിനുവേണ്ട ഒരു കമ്മിറ്റി നിയമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബാർക്കോഴ വിവാദ കേസിന്റെ വിശദാംശങ്ങൾ വിജിലൻസിൽ നിന്നും എങ്ങനെ ചോർന്നെന്നും എന്നാൽ വിജിലൻസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ബാർക്കോഴയ്ക്കെതിരായി ഉന്നയിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. അത് സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് നൽകുന്ന സമയത്തല്ലേ രാജിയുടെ കാര്യം ഒതുക്കുന്നുള്ളൂ. അപ്പൊ അത് ഇന്ന് പത്രത്തിൽ വന്നിട്ടുള്ളത് വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. റിപ്പോർട്ട് വരട്ടെ. വിജിലൻസിൽ നമുക്ക് വിശ്വാസ്യത കുറവൊന്നുമില്ല. പക്ഷെ അന്തിമ റിപ്പോർട്ട് വരുന്നവരെ വിജിലൻസ് എന്താ തീരുമാനിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എളമരം കരീമിന്റെ കാര്യത്തിലും ഞങ്ങൾ ആവേശം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതും നിയമത്തിന്റെ വഴിക്ക് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാമൂഹ്യക്ഷേമത്തിനു വേണ്ടിയുള്ള ഏത് പ്രൊജക്ട് താനുമായി സമീപിക്കുകയാണെങ്കിൽ പ്രാവർത്തികമാക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തകൻ NP രാജേന്ദ്രൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, PRD ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, ICJ ഡയറക്ടർ ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
വിവിധ ബ്രാൻഡുകളിലായി മാർക്കറ്റിലെത്തുന്ന വെളിച്ചെണ്ണ പാക്കറ്റുകളിൽ വെളിച്ചെണ്ണയുടെ അംശം പോലുമില്ലാതെയാണ് വിറ്റഴിക്കപ്പെടുന്നതെന്ന് ഇ.കെ. വിജയൻ എം.എൽ.എ. കേര കർഷക സംഘം സംസ്ഥാന സമ്മേളനം ടൗൺഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ നാളികേര കർഷകരുടെ താൽപര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു വരുന്ന കേര കർഷക സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം ടൗൺഹാളിൽ വെച്ച് നടന്നു. ഇ.കെ. വിജയൻ എം.എൽ.എ. സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ ബ്രാൻഡുകളായി മാർക്കറ്റിൽ എത്തുന്ന വെളിച്ചെണ്ണ പാക്കറ്റുകളിൽ വെളിച്ചെണ്ണയുടെ ഒരു അംശം പോലുമില്ലാതെയാണ് വിറ്റഴിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വെളിച്ചെണ്ണ ബ്രാൻഡുകളായി വരുന്നതിൽ തേങ്ങയുമായി ബന്ധപ്പെട്ട ഒരു അംശവുമില്ല എന്ന് ഇപ്പൊ അടുത്ത കാലത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചിലത് തെങ്ങിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിലെഴുതിയ അവരുടെ സ്റ്റിക്കറിൽ ഇത് തേങ്ങയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ് എന്നവർ അവകാശപ്പെടുന്നില്ല. നമ്മൾ വളരെ ഗൗരവപൂർവ്വം ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടും. അപ്പൊ അതിന്റെ ഭാഗമായി വെളിച്ചെണ്ണ വാങ്ങാൻ ഉള്ള സമീപനങ്ങളിൽ നിന്ന് കുടുംബങ്ങൾ പിന്നോട്ട് പോകുന്ന നിലപാടുകൾ വരും. കേര കർഷക സംഘം പ്രസിഡന്റ് I.V. ശശാങ്കൻ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ കേര കർഷകരുടെ ദേശീയ സംഘടനയായ ഓൾ ഇന്ത്യ കോക്കനട്ട് ഗ്രോവേഴ്സ് ഫെഡറേഷന്റെ അഖിലേന്ത്യാ സമിതി യോഗവും ഇതിനോടനുബന്ധിച്ച് നടന്നു. നാളികേര മേഖല നേരിടുന്ന പ്രശ്നങ്ങളും കൃഷിച്ചെലവിന്റെ ആധിക്യവും രോഗബാധയും സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. കേരള കർഷക സംഘം സെക്രട്ടറി K.M. സാലിഹ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓൾ ഇന്ത്യ കോക്കനട്ട് ഗ്രോവേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് J.V. ഹർഷ് കുമാർ, C. മോയിൻകുട്ടി M.L.A., ഹോർട്ടികോർപ്പ് ചെയർമാൻ ലാൽ വർഗീസ് കൽപ്പകവാടി, അഖിലേന്ത്യാ കിസാൻ സഭ പ്രസിഡന്റ് തുളസിദാസ് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. കേര കർഷക സംഘം സെക്രട്ടറി റോയി ബി തച്ചേരി, സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി K.P. കൃഷ്ണൻ തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. 2016 വർഷത്തിൽ കോഴിക്കോട് സൌത്ത് മണ്ഡലത്തെ സമ്പൂർണ്ണ ജൈവ കൃഷി മണ്ഡലമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ M.K. മുനീർ പറഞ്ഞു. സമ്പൂർണ്ണ ജൈവ കാർഷിക മണ്ഡല പദ്ധതിയുടെ ഭാഗമായുള്ള ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥലം കുറവുള്ളവർ നടത്തുന്ന മട്ടുപ്പാവ് കൃഷി കേരളത്തിൽ വൻ വിജയമായതായും മന്ത്രി പറഞ്ഞു. കേരള സംസ്ഥാനം 2016 മുതൽ ജൈവ കാർഷിക സംസ്ഥാനമായി മാറുകയാണ്. ഇതിനു മുന്നോടിയായി കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നടത്തുന്ന ഏകദിന ശില്പശാലയുടെ ഉദ്ഘാടനം ഹോട്ടൽ സ്പാനിൽ നടന്നു. പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ M.K. മുനീർ ഉദ്ഘാടനം ചെയ്തു. ചുരുങ്ങിയ സ്ഥലത്ത് കൃഷി ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയുള്ള മട്ടുപ്പാവ് കൃഷി കേരളത്തിൽ വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. 2016 വർഷത്തിൽ കോഴിക്കോട് സൌത്ത് മണ്ഡലത്തെ സമ്പൂർണ്ണ ജൈവ കൃഷി മണ്ഡലമാക്കി മാറ്റുകയാണ് ഉദ്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് വരുന്ന 2016 ആകുമ്പോഴേക്കും ജൈവ കൃഷിയിലേക്ക് സമ്പൂർണമായി മാറിയ ആദ്യത്തെ മണ്ഡലം എന്ന പേര് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് അത് സംബന്ധിച്ച് അതിന് കൌൺസിലർമാരുടെ നേതൃത്വം. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ A.K. പ്രേമജം അധ്യക്ഷം വഹിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P.K. രഞ്ജിനി പദ്ധതി വിശദീകരിച്ചു. കൌൺസിലർമാരായ K. ശ്രീകുമാർ, സൗദാമിനി ടീച്ചർ, രവീന്ദ്രൻ, സത്യഭാമ, അഗ്രോ സർവീസ് സെന്റർ പ്രസിഡന്റ് അംഗത്തിൽ അജയകുമാർ, കൃഷി ഫീൽഡ് ഓഫീസർ E. ഇസ്മായിൽ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ S. ഷീല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജൈവ കൃഷി രീതികൾ, സംശയങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിൽ വയനാട് റിട്ടയർഡ് കൃഷി ജോയിന്റ് ഡയറക്ടർ P. വിക്രമൻ ക്ലാസ് എടുത്തു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സെഷനിൽ കോഴിക്കോട് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ C. ഹരിദാസൻ, ആത്മ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ഗീത, ഡയറി എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെന്റർ പ്രിൻസിപ്പൽ M. പ്രകാശ് എന്നിവർ ക്ലാസുകളെടുത്തു. വാർത്തകളിൽ ഒരിടവേള. Globus Fashion, celebrate you. Globus, a division of Grandmart Group of Companies. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. വരിവരിയായി wonders, താളം തട്ടി മേളം കൊട്ടി go young, the have fun, കണ്ണിലെ big sensations, കാണാം youth celebrations, go young, the have
കല്യാൺ സിൽക്സ് യൂത്ത് ഫെസ്റ്റിവൽ. ലക്ഷക്കണക്കിന് ശ്രേണികൾ, 500-ലധികം യൂത്ത് ബ്രാൻഡുകൾ. വർണ്ണമത്സ്യങ്ങളുടെയും പക്ഷികളുടെയും ബഹുവിധ ശേഖരവുമായി വേറിട്ട പ്രദർശനം കോഴിക്കോട്ട്. ഗോൾഡ് ഫിഷ് 2015 മാനാഞ്ചിറ കോംപ്രസ് ഗ്രൗണ്ടിൽ. ലോകസുന്ദരി പക്ഷി മക്കാവ്, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ഗ്രേ പാരറ്റ്, വിസ്മയമേകുന്ന വിദേശ കോഴികൾ, മനുഷ്യ ശബ്ദത്തിൽ കരയുന്ന ടൈൽ കാറ്റ്, ചൈനീസ് ആരാധനാ മത്സ്യം അരോണ. കണ്ണുകൾക്കും കാതുകൾക്കും വിസ്മയമേകി കോംപ്രസ് ഗ്രൗണ്ടിൽ പ്രദർശനം തുടരുന്നു. ഗോൾഡ് ഫിഷ് 2015. പ്രദർശനം രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ. വാർത്തകൾ തുടരുന്നു. ഫോറം ഫോർ സോഷ്യോളജി ഇനീഷ്യേറ്റീവ് പ്രവർത്തനം തുടങ്ങി. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ എഴുത്തുകാരൻ NP ഹാഫിസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മദ്യപാനം മൌലിക അവകാശമാണെന്ന അഭിപ്രായത്തോട് തനിക്ക് യോജിക്കാനാവില്ലെന്നും ഇത്തരം പ്രസ്താവനകൾ സമൂഹദ്രോഹമാണെന്നും ഹാഫിസ് മുഹമ്മദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഹയർ സെക്കൻഡറി മേഖലയിലെ സോഷ്യോളജി അധ്യാപകരുടെ കൂട്ടായ്മയാണ് കോഴിക്കോട്ട് ആരംഭിച്ചത്. ഫോറം ഫോർ സോഷ്യോളജി ഇനീഷ്യേറ്റീവ് എന്ന സംഘടനയുടെ ഉദ്ഘാടന ചടങ്ങുകൾ മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകരുമായ NP ഹാഫിസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മദ്യപാനം മൌലിക അവകാശമാക്കി മാറ്റണമെന്ന് കഴിഞ്ഞയാഴ്ച ഒരു സാഹിത്യകാരൻ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും എഴുത്തുകാരൻ കഥ എഴുതിയാൽ മതിയെന്നും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നും NP ഹാഫിസ് മുഹമ്മദ് ആവശ്യപ്പെട്ടു. സോഷ്യോളജി അധ്യാപകരും പൊതുസമൂഹവും ഇതിനെതിരെ പ്രതികരിക്കണമെന്നും NP ഹാഫിസ് മുഹമ്മദ് കൂട്ടിച്ചേർത്തു. സേവനം സർക്കാർ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ സാമൂഹികമായിരിക്കുന്ന ദുരന്തങ്ങൾക്കുള്ള നേരത്തെ പറഞ്ഞ പച്ചപ്പൊടി വീശുന്നതും ഗവൺമെന്റ് തന്നെയാണ് ഇത് വരുന്നുള്ളത്. ഇതിവിടെ വിളിച്ചു പറയുന്ന ഒരു സാഹിത്യകാരൻ ഒരു സമൂഹ ദ്രോഹമാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു കാരണവശാലും അതിന് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ കഥ എഴുതിയാൽ മതി, ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല. സാംസ്കാരിക നായകന്മാരായിട്ട് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ നിങ്ങൾ വിളിച്ചു പോലും. മാധ്യമപ്രവർത്തകൻ KA ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനയുടെ പ്രസിഡന്റ് V ബിനോയ്, അബ്ദുൾ സമദ്, N സുഭാഷ്, CM മഹേഷ് തുടങ്ങിയവരും സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കലക്ടറേറ്റിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ വീഡിയോ വാൾ പ്രവർത്തനം ആരംഭിച്ചു. 10 ചതുരശ്ര അടി സ്ക്രീനുള്ള വീഡിയോ വാളിന്റെ നിർമ്മാണത്തിന് 32 ലക്ഷം രൂപ ചെലവായി. ജില്ലാ കലക്ടർ N പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കലക്ടറേറ്റ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ വീഡിയോ വാൾ പ്രവർത്തനം തുടങ്ങി. വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ എന്നിവ നടപ്പിലാക്കിയതും ആവിഷ്കരിച്ചതുമായ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഓഡിയോ വീഡിയോ പ്രദർശനത്തിനാണ് വീഡിയോ വാൾ. ഹ്രസ്വചിത്രങ്ങൾ, ഡോക്യുമെന്ററികൾ എന്നിവയും ഇതിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. വാളിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ N പ്രശാന്ത് നിർവഹിച്ചു. വിവരം ഇൻഫർമേഷൻ കിട്ടില്ല. അപ്പൊ അതുകൂടെ കിട്ടുന്നത് അല്ലാതെ എല്ലാം പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ അധ്യക്ഷനായിരുന്നു. സബ് കളക്ടർ ഹിമാൻഷു കുമാർ റായ്, ADM K രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർ C മോഹൻദാസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൾ കരീം എന്നിവർ സംസാരിച്ചു. 10 ചതുരശ്ര അടിയിലുള്ള സ്ക്രീനോടുകൂടിയ വീഡിയോ വാളിന്റെ നിർമ്മാതാക്കൾ ഹോങ്കോങ്ങിലെ ലൈറ്റ് ഹൌസ് ടെക്നോളജിയാണ്. 32 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. കൊയിലാണ്ടി കോമത്തുകരയിൽ വീട്ടുകാരെ കെട്ടിയിട്ട് കവർച്ച. കൊല്ലർകണ്ടി വേലായുധന്റെ വീട്ടിലാണ് സംഭവം. 3 പവൻ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു. സമീപത്തെ വീട്ടിൽ നിന്ന് പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 വീടുകളിൽ മോഷണ ശ്രമവും നടന്നു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊയിലാണ്ടി കോമത്തുകരയിൽ ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ച പുലർച്ചെയുമായി 2 വീടുകളിലാണ് മോഷണം നടന്നത്. 4 വീടുകളിൽ മോഷണ ശ്രമവും നടന്നു. കോമത്തുകര കൊല്ലറുകണ്ടി വേലായുധൻ നായരുടെ വീട്ടിൽ നിന്ന് 3 പവൻ സ്വർണ്ണാഭരണങ്ങളും 4000 രൂപയും കവർന്നു. വീട്ടുകാരെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് കളവ് നടത്തിയത്. കൊയിലാണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറന്ന് നോക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുറമേ നിന്ന് പൂട്ടിക്കയറ്റി ബലം പ്രയോഗിച്ചത് തുറന്ന് പുറത്ത് വന്ന് നോക്കുമ്പം വാതിലുകളെല്ലാം തുറന്നെടുക്കുന്നുണ്ട്. അവിടെ ആ സമയത്താണ് ദാമോദരൻ ഫോൺ ചെയ്ത് എനിക്ക്. അപ്പോൾ അടുത്ത വീട്ടിൽ ഇവർ വന്നിട്ടുണ്ട്. അവിടെ പിന്നെ വാതിലൊക്കെ പൊളിച്ചിട്ടുണ്ട്. പോലീസ് അവിടെ എത്തി. അങ്ങനെ അവർ ഇവിടെ വന്ന് ഈ ഗേറ്റൊക്കെ തുറന്നതിന് ശേഷമാണ് എനിക്ക് പുറത്തു കയറാൻ പറ്റിയത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലം സന്ദർശിച്ചു പരിശോധന നടത്തി. തൊട്ടടുത്ത വലകുന്നത്ത് വീട്ടിൽ നിന്ന് സ്വർണ്ണമോതിരവും കളവുപോയി. കഴിഞ്ഞ ദിവസം ആനവാതുക്കൽ കാരോൽക്കുനിയിൽ പുഷ്പരാജിന്റെ വീട്ടിൽ നിന്ന് 10 പവന്റെ മാല മോഷണം പോയിരുന്നു. തൊട്ടടുത്ത ഫിറോസിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണമോതിരവും മോഷ്ടിച്ചു. കൊയിലാണ്ടി ഭാഗത്തെ ചില ക്ഷേത്രങ്ങളിലും മോഷണം നടന്നിരുന്നു. ഇത്തരം കേസുകളിൽ നിന്നും പ്രതികളെ പിടികൂടാൻ ആയിട്ടില്ല. മോഷണം തടയാൻ പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്.
നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യസുരക്ഷ പോലും അപകടത്തിലായെന്ന് AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്. ഇന്ത്യൻ മതേതരത്വവും മോദി ഭരണത്തിൽ ഭീഷണി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി യുവരാഷ്ട്രീയത്തിന്റെ പുത്തൻ മാനങ്ങൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുകുൾ വാസ്നിക്. രാജ്യത്ത് മതേതരത്വം നിലനിർത്താൻ ഇപ്പോഴത്തെ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന യുവരാഷ്ട്രീയത്തിന്റെ പുത്തൻ മാനങ്ങൾ എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷണ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ വീഴ്ച വരുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Today's government is not committed to the idea of India which we believe in. Their idea of India is a very narrow, rigid idea. DCC അങ്കണത്തിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ PC വിഷ്ണുനാഥ് MLA, KM ഷാജി MLA, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അർത്തനാരി, സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. Globus Fashion celebrate you. Globus, a division of Grandmart Group of Companies. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണ്ണവർഷ 2015. സ്വർണ്ണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.25% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീഞ്ചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001-2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിന് ദയാവധം വിധിച്ചത് കോർപ്പറേറ്റുകളാണെന്ന് MSS സംഘടിപ്പിച്ച പൊതുസംവാദം അഭിപ്രായപ്പെട്ടു. ദയാവധം വിധിക്കപ്പെട്ട കരിപ്പൂർ എന്ന വിഷയത്തിൽ നടന്ന സംവാദം MSS സംസ്ഥാന ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ P മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് പങ്കാളിത്തമുള്ള നെടുമ്പാശ്ശേരി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ ലാഭം കൊയ്യാനാണ് കരിപ്പൂർ വിമാനത്താവളത്തിന് പരോക്ഷമായ ദയാവധം വിധിച്ചതെന്ന് MSS സംഘടിപ്പിച്ച പൊതുസംവാദം അഭിപ്രായപ്പെട്ടു. ദയാവധം വിധിക്കപ്പെട്ട കരിപ്പൂർ വിഷയത്തിൽ MSS ജില്ലാ കമ്മിറ്റി നടത്തിയ പൊതുസംവാദം സംസ്ഥാന ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ P മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PP അബ്ദുറഹിമാൻ അധ്യക്ഷം വഹിച്ചു. മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ചെയർമാൻ CE ചാക്കുണ്ണി, എയർ ഇന്ത്യ റിട്ടയർഡ് സീനിയർ മാനേജർ അഡ്വക്കേറ്റ് KP മുത്തുക്കോയ, കാലിക്കറ്റ് ചേംബർ ഓഫ് പ്രസിഡന്റ് P ഗംഗാധരൻ, ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് ആഷിഖ് പറോൾ, ഹസൻ കോയ പാലക്കണ്ടി, V ഇസ്മായിൽ, കോഴിക്കോട് ബിസിനസ് ക്ലബ് പ്രസിഡന്റ് KV സക്കീർ ഹുസൈൻ, ജില്ലാ സെക്രട്ടറി P സിക്കന്ദർ, ജോയിന്റ് സെക്രട്ടറി RP അഷ്റഫ് എന്നിവർ സംസാരിച്ചു. 53 കുടുംബങ്ങൾ അവിടെ സമ്മതമായിട്ടുണ്ട്. അതിൽ 20 കുടുംബങ്ങൾക്ക് ഭൂമി അളന്നിട്ട് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ പോലീസ് അനുമതി കൊടുത്തു. അവിടെ വീട്ടുകാരെ എതിർത്തിട്ടില്ല. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രദേശവാസികളുണ്ട്. അപ്പൊ ഇതിന്റെ പേരിലാണ് എന്തോ ഗുണരക്ഷയുണ്ടെന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. ജ്വല്ലറികളിൽ മോഷണം നടത്തുന്ന യുവാവിന്റെ അറസ്റ്റോടെ കോഴിക്കോട് ജില്ലയിലടക്കം നിരവധി ജ്വല്ലറികളിലെ മോഷണങ്ങൾക്ക് തെളിവുകളായി. ഇരിട്ടി സ്വദേശി
കുരുവിക്കാട്ടിൽ സജു എന്ന ഗുരുജിയാണ് പോലീസ് പിടിയിലായത്. കൊയിലാണ്ടി CI R ഹരിദാസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കൊയിലാണ്ടിയിൽ ജ്വല്ലറികൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡിലെ ആതിര ജ്വല്ലറിയിൽ നിന്ന് പട്ടാപ്പകൽ സ്വർണം മോഷ്ടിച്ച് കടന്നുകളഞ്ഞ ഇരട്ടി പെരിങ്കരയിലെ കുരുവിക്കാട്ടി സജു എന്ന ഗുരുജിയെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. 2015 മാർച്ച് 16 ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണം കവർന്നത്. ഇത് CCTVയിൽ പതിഞ്ഞിരുന്നു. ഇതേ രീതിയിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ രൂപശ്രീ ജ്വല്ലറിയിൽ സ്വർണ്ണമാല കവർന്ന കേസിൽ പിടിയിലായ ഇയാളെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് കണ്ണൂർ, തളിപ്പറമ്പ്, ഇരട്ടി എന്നിവിടങ്ങളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ടെന്നും ഈ ഭാഗങ്ങളിൽ ഇയാൾ കവർച്ച നടത്തിയതായും പോലീസ് അറിഞ്ഞത്. കാസർഗോഡ് ഭാര്യയോടൊപ്പം താമസിച്ചു വരുന്ന ഗുരുജി കണ്ണൂർ ജില്ലയിലാണ് കവർച്ച നടത്താറുള്ളത്. ജ്വല്ലറികളിൽ സ്വർണം വാങ്ങാൻ എത്തുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളെപ്പോലെ പെരുമാറുകയും ജ്വല്ലറി ജീവനക്കാരുടെ കണ്ണ് വെട്ടിച്ച് ആഭരണങ്ങളുമായി കടന്നുകളയുകയുമാണ് ഇയാളുടെ പതിവ്. കൊയിലാണ്ടി CI ഹരിദാസൻ ഫോർമർ അറസ്റ്റ് നടത്തി. കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം നടത്തിവരികയാണ്. കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക സംഘ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. ഭൂനികുതി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന കേന്ദ്ര, കേരള സർക്കാരുകളുടെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ഭൂനികുതി വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക, പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം സംഭവിച്ച വിളകളുടെ വെട്ടിക്കുറച്ച നഷ്ടപരിഹാര തുക പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം നേതൃത്വത്തിൽ കർഷകർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന കേന്ദ്ര, കേരള സർക്കാരുകളുടെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെയായിരുന്നു മാർച്ചിൽ രോഷമുയർന്നത്. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി കീഴിൽ 3 വില്ലേജ് ഓഫീസുകളിലേക്കാണ് മാർച്ച് നടന്നത്. ചേവായൂർ വില്ലേജ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് CPM ലോക്കൽ സെക്രട്ടറി TK വേണു ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് ചായച്ചുട്ടി ഉദ്ഘാടനം ചെയ്തു. എടത്തൊടി രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. PP ബീരൻകോയ, N സദു, LS ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കൊയിലാണ്ടി പന്തലായിനി വില്ലേജ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് കർഷക സംഘം ഏരിയ പ്രസിഡന്റ് AKN അടിയോടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് K സത്യൻ അധ്യക്ഷനായിരുന്നു. PK ഭരതൻ, സുധാ കിഴക്കേപ്പാട്ട് എന്നിവർ സംസാരിച്ചു. കോട്ടൂളി വില്ലേജ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് കർഷക സംഘം ടൗൺ ഏരിയ ജോയിന്റ് സെക്രട്ടറി M കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചാത്തമംഗലം പഞ്ചായത്തിലെ പൂളക്കോട് വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന സമരം കർഷക സംഘം കുന്നമംഗലം ഏരിയ പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നോർത്ത് ഏരിയയിലെ പുതിയങ്ങാടിയിൽ CPM കോഴിക്കോട് നോർത്ത് ഏരിയ സെക്രട്ടറി TV നിർമ്മലൻ ഉദ്ഘാടനം ചെയ്തു. എലത്തൂരിൽ നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ M രാധാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് ഹില്ലിൽ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫാണ് പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘം BMS ജില്ലാ വാർഷിക പ്രതിനിധി സമ്മേളനം കോഴിക്കോട്ട് നടന്നു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ മോട്ടോർ മേഖലയെ കുറിച്ചും മോട്ടോർ എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘടനയായ BMS-നെ കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യുമ്പോൾ മറ്റേതൊരു ജില്ലയിലേക്കാളും കൂടുതൽ അനുഭവമുള്ളവരാണ്, പാരമ്പര്യമുള്ളവരാണ് കോഴിക്കോട്ടെ പ്രവർത്തകർ. അതുകൊണ്ട് അവർക്ക് പല കാര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യേണ്ടി വരും. ഈ ജില്ലയിൽ ആദ്യമായി BMS-നോട് അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു യൂണിയനാണ് ഈ മോട്ടോർ എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘം. ഇന്ന് അവിടെ ഇരിക്കുന്നവരും ഇവിടെ ഇരിക്കുന്നവരും പലരും ഒരുപക്ഷെ അക്കാലത്ത് ആ പ്രവർത്തനത്തിൽ ഉണ്ടാവില്ല. വളരെ ദുർലഭം ആളുകളെ ആ കാലത്ത് ആ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ളവരായി ഈ ലൈസിലും ഒക്കെ കാണുന്നു. സാമൂഹ്യ സേവന രംഗത്ത് പുത്തൻ അധ്യായം രചിച്ച് നടക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുന്നു. CPM നേതൃത്വത്തിൽ ഏരിയ, ലോക്കൽ, ബ്രാഞ്ച് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. CPIM നേതൃത്വത്തിൽ നടക്കുന്ന മഴക്കാല പൂർവ്വ ശുചീകരണം ജില്ലയിലെങ്ങും ഊർജിതം. സാമൂഹിക സേവന രംഗത്ത് പുത്തൻ അധ്യായം രചിച്ച് നടക്കുന്ന ശുചീകരണം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തും ഓടകൾ വൃത്തിയാക്കിയും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുമാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. പാർട്ടി, ഏരിയ, ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ബ്രാഞ്ച് തലങ്ങളിലും ശുചീകരണം നടക്കുന്നുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി CPIM ചെത്ത് വ്യവസായ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ കൊയിലാണ്ടി അരീക്കുളം റോഡിൽ ശുചീകരണം നടത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണമായും മാലിന്യമുക്തമാക്കുന്നതിന് CPIM സംസ്ഥാന കമ്മിറ്റി ബൃഹത്തായ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇന്നലെ കേരളത്തിലുടനീളം CPIM-ന്റെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ കേരളത്തിൽ തെരുവീതികളിലും വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മാലിന്യമുക്ത കേരളം സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഇത് സാധ്യമാകണമെങ്കിൽ തുടർച്ചയായ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് മാത്രമാണ് ഇത് സാധ്യമാവുള്ളൂ.
കെ ദാസൻ MLA, എ ഷാജി, ടി കെ ജോഷി, കെ എസ് കനകദാസ്, കെ കെ സുരേന്ദ്രൻ, സി കെ ആനന്ദൻ, എ ലളിത, MV ബാലൻ, കെ പി രവികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. സാഹസികതയിലൂടെ ടാലന്റ് ഷോകളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കരാട്ടെ കുടുംബത്തിന് ജന്മനാടിന്റെ ആദരം. മനോജ് മഹാദേവനും ബിന്ദു മനോജിനുമാണ് സൌഹൃദം 85ന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും സ്വീകരണവും ഒരുക്കിയത്. CDA ചെയർമാൻ NC അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ നിവാസിയും ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ മനോജ് മഹാദേവനും അദ്ദേഹത്തിന്റെ പത്നി ബിന്ദു മനോജും ഒട്ടനവധി കരാട്ടെ മത്സരങ്ങളിൽ സമ്മാനങ്ങൾ നേടിയവരും നൂറുകണക്കിന് കരാട്ടെ വിദ്യാർത്ഥികളുടെ ഗുരുനാഥന്മാരുമാണ്. 2004 ഏഷ്യാനെറ്റ് നടത്തിയ ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ഫാമിലി റിയാലിറ്റി ഷോയിലും 2015 മഴവിൽ മനോരമ ചാനലിലെ ഉഗ്രമുജ്ജലം എന്ന റിയാലിറ്റി ഷോയിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1985 SSLC ബാച്ച് രൂപം കൊടുത്ത സൌഹൃദം 85ന്റെ ആഭിമുഖ്യത്തിൽ രൂപീകരിച്ച സ്വാഗത സംഘമാണ് ഇരുവർക്കും ബേപ്പൂരിൽ സ്വീകരണമൊരുക്കിയത്. ബേപ്പൂർ ഷാജി തിയേറ്റർ പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഹാരാർപ്പണം ചെയ്ത് മുഖ്യാതിഥികളെ സ്വീകരണവേദിയായ എടത്തൊടി കൃഷ്ണൻ മെമ്മോറിയൽ ഹാളിലേക്ക് ആനയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ കരുവള്ളി ശശിധരൻ അധ്യക്ഷനായ പരിപാടി CDA ചെയർമാൻ NC അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഉപഹാരം സമർപ്പിച്ചു. കൌൺസിലർ P ജലജ പൊന്നാടി അണിയിച്ചു. തൊഴിലാളി നേതാവ് ഡോക്ടർ MP പത്മനാഭൻ, ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ AP ജയകുമാർ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ, ജോയിന്റ് കൺവീനർ T സുധാകരൻ, N അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മജീഷ്യൻ പ്രദീപ് ഹൂഡിനോ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. തുടർന്ന് SSLC 2015 ഉന്നത വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കുന്ന KSRTC ബസ് ടെർമിനലിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെ ഉദ്ഘാടനവുമായി സഹകരിക്കില്ലെന്ന് തൊഴിലാളികൾ. കാന്റീൻ, സൊസൈറ്റി, റിക്രിയേഷൻ ക്ലബ്ബ്, കോൺഫറൻസ് ഹാൾ, ജീവനക്കാർക്ക് വാഹന പാർക്കിംഗ്, റിട്ടയറിംഗ് റൂം, അംഗീകൃത യൂണിയനുകൾക്ക് ഓഫീസ് എന്നിവയൊന്നും പുതിയ ടെർമിനലിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. 1.5 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന ഉറപ്പിൽ കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന കാലത്താണ് KSRTC ബസ് ടെർമിനലിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. പ്രവൃത്തി തുടങ്ങിയതോടെ പാവങ്ങാട്ടെ അസൌകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന ഡിപ്പോയിൽ 6 വർഷമായി തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച KSRTC ബസ് ടെർമിനൽ അടുത്ത മാസം 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യാനിരിക്കെ അടിസ്ഥാന സൌകര്യങ്ങളില്ലെന്നാണ് പരാതി. പഴയ സ്റ്റേഷനിൽ 15ഓളം കുളിമുറികളും ടോയ്ലറ്റുകളും ഉള്ളിടത്ത് 4 കുളിമുറിയും ടോയ്ലറ്റും മാത്രമാണ് ഇപ്പോഴുള്ളത്. 500ഓളം തൊഴിലാളികൾക്ക് പുറമെ അയൽ സംസ്ഥാനങ്ങളിലെ ജീവനക്കാരും കൂടെയാകുന്നതോടെ ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. ജീവനക്കാർക്ക് കിടക്കാനും വിശ്രമിക്കാനും 2 ചെറിയ ഹാളുകൾ മാത്രമാണുള്ളത്. വനിതാ തൊഴിലാളികൾക്കുൾപ്പെടെ ഇത് പ്രയാസമുണ്ടാക്കും. തീരുമാനമായിട്ടാണ് തൊഴിലാളികൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് കിട്ടാനുള്ള നിലവിൽ അവിടെ ഉണ്ടായിരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടാതെ നമ്മൾ ഒരു തൊഴിലാളിയും അവിടെ ജോലി ചെയ്യില്ല എന്നുള്ള ആണ് ഞങ്ങളുടെ തീരുമാനം, ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനം. ബസ് വർക്ക്ഷോപ്പിലാകട്ടെ ഹൈഡ്രോളിക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. വാണിജ്യാവശ്യാർത്ഥം വാടകയ്ക്ക് നൽകാനായി ബഹുനില മന്ദിരമുണ്ടാക്കിയപ്പോൾ KSRTC തൊഴിലാളികളെ അവഗണിച്ചെന്നാണ് പറയുന്നത്. ഉദ്ഘാടനത്തിന് ശേഷവും പാവങ്ങാട് നിന്നും നഗരത്തിലേക്ക് തൊഴിലാളികൾ വരാൻ തയ്യാറായില്ലെങ്കിൽ അത് യാത്രക്കാരെയും ബാധിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 5.8 കിലോ സ്വർണം അഴിയൂരിൽ പിടിച്ചു. പിടിച്ചെടുത്തത് 1,60,00,000 രൂപയുടെ സ്വർണം. ഗ്രാമസഭകളിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് ഹാജർ പട്ടിക കൊണ്ടുവരുമെന്ന് മന്ത്രി MK മുനീർ. അട്ടപ്പാടിയിലെ ശിശുക്കളെ നിരീക്ഷിക്കാൻ പുതിയ സംവിധാനം കൊണ്ടുവരുമെന്നും മന്ത്രി. പാക്കറ്റ് വെളിച്ചെണ്ണകളിൽ സർവത്ര മായമെന്ന് EK വിജയൻ MLA. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്,
കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. Malabar Gold and Diamonds. Celebrate the beauty of life. വരൂ, നിങ്ങളുടെ സെലിബ്രിറ്റിയെ കണ്ടെത്തൂ. Globus Fashion. Celebrate you.